ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ബീഡ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ക്ലാസ്സാണ്. ഓക്കെ, ബീഡ് സ്റ്റിച്ചിങ്, സ്ട്രെയിറ്റ് സ്റ്റിച്ചിങ് ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഡ് വർക്കിന് നീഡിലെടുക്കുക. ഞാൻ ഓൾറെഡി നീഡിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സർദോസിയും ബീഡും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നീഡിലാണ്, വുഡൻ നീഡിലാണ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ വേണം ഹോൾഡ് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ചെറുവിരൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള വിരൽ ഹോൾഡ് ചെയ്യുക. നമ്മുടെ ബീഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നാലാമത്തെ വിരൽ കൊണ്ടാണ്. ചെറുവിരൽ കൊണ്ട് നമ്മൾ ബീഡ്സിനെ നമ്മുടെ ത്രെഡിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഒരു ബാക്ക് സ്റ്റിച്ച് ഇട്ട് തുടങ്ങുകയാണ്. ഓൾറെഡി ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് അറിയാത്തവർ ദയവായി ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബീഡ് വർക്ക് ചെയ്യുക. അപ്പം ബീഡ് ലോഡിങ് ആണ്. ബീഡ് ലോഡിങ് ഇപ്പം ഞാൻ നമ്മുടെ ബോട്ടിലേക്ക് തന്നെ നീഡിലിൻ്റെ മുന വരുന്ന ഭാഗം നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് ക്ലിയറായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ മുന നിൽക്കുന്ന ഭാഗം കൊണ്ട് നിങ്ങൾ നീഡിലിനെ ബീഡിനെ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ നീഡിൽ ഫുള്ളായിട്ട് ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങാം. അപ്പം സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഷുഗർ ബീഡ് 2 ബീഡ് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം വലിയ ബീഡുകളാണെങ്കിൽ നമുക്ക് 1 ബീഡ് വീതം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇത് ഷുഗർ ബീഡ് ആയതുകൊണ്ട് 0 സൈസ് ആയതുകൊണ്ട് നമുക്ക് 2 ബീഡ് വീതം സ്ട്രെയിറ്റ് സ്റ്റിച്ചിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ 2 ബീഡ് ഇടുമ്പോഴും ഒരു ചെയിൻ സ്റ്റിച്ച്. ഒത്തിരി ലോഡ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് ലോഡ് ചെയ്യുക ബീഡ്. എന്നതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇച്ചിരി സ്പീഡായതിന് ശേഷം മാത്രമേ നീഡിൽ ഈ രീതിയിൽ റൊട്ടേറ്റായി നിങ്ങൾക്ക് വരികയുള്ളൂ. എല്ലാം ഉടനെ വരുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ വരാത്തവർ ഒരിക്കലും വറീഡ് ആവണ്ട. കാരണം ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് ഈ രീതിയിൽ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ വരുന്നില്ല എന്ന് കരുതി വിഷമിക്കരുത്. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഏതൊരു വർക്കും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ചെയിൻ സ്റ്റിച്ച് വർക്ക് ചെയ്തിട്ടില്ലാത്തവർ, പഠിച്ചിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ചെയിൻ സ്റ്റിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ബീഡ് വർക്കിലേക്ക് വരിക. അപ്പോൾ ഓരോ 2 ബീഡ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആയതുകൊണ്ടാണ് 2 ബീഡ് വീതം ഇട്ട് കൊടുക്കുന്നത്. ഷേപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കി വേണം ബീഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ 2 ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ 4-മത്തെ വിരൽ കൊണ്ടാണ് നമ്മൾ ബീഡ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ നീഡിലിൽ നിന്ന് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ വിരൽ കൊണ്ട്, നമുക്ക് ചെറുവിരൽ കൊണ്ട് ബീഡ്സിനെ നമുക്കൊന്ന് നീക്കി കൊടുക്കാൻ പറ്റും. കണ്ടോ ഇതുപോലെ ചെറുവിരൽ കൊണ്ട് നമുക്ക് ജസ്റ്റ് തള്ളിവിട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ച് ഇടുക. വീണ്ടും ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ലോഡ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നിങ്ങൾ മുന ഉള്ള വശം നോക്കി ബീഡിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ മുന വഴി ആ ബീഡ്സ് ലോഡായിക്കോളും. ടിപ്പുള്ള ഭാഗം മേളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം നീഡിലിട്ട് ബീഡ് ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ എടുക്കുന്ന ത്രെഡിൽ എവിടെയെങ്കിലും കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് വരാൻ പാടായിരിക്കും. അത് നിങ്ങളുടെ പ്രശ്നമല്ല, ചിലപ്പോൾ നമ്മളെടുക്കുന്ന ത്രെഡിൻ്റെ പ്രശ്നമായിരിക്കും. ഞാനിപ്പോൾ ഇത് ഫേസ് ചെയ്തതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പം തന്നെ എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രശ്നമായിട്ട് അത് നിങ്ങൾ കണക്കാക്കരുത്. നമ്മുടെ എടുക്കുന്ന ത്രെഡിൽ എവിടെയെങ്കിലും കട്ട പിടിച്ച് നിൽപ്പുണ്ടെങ്കിൽ, കാരണം ഇത് വളരെ ചെറിയ സൂചിയല്ലേ, അന്നേരം ആ ത്രെഡ് ആ ഹോളിൽ കൂടി മാത്രമേ വരത്തുള്ളൂ. അപ്പം അതിനേക്കാൾ കനം ആ ത്രെഡിനുണ്ടെങ്കിൽ ആ ത്രെഡ് വരാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ത്രെഡ് നോക്കുക. നമ്മുടെ കയ്യിലേക്ക് എടുത്ത് നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ ആ ത്രെഡ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഞാനിത് എൻഡ് നോട്ട് ഇടുകയാണ്.
എൻഡ് നോട്ട് ഇടുമ്പോൾ നൂല് പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ വീണ്ടും ഒരു എൻഡ് നോട്ട് ഇട്ട് നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിക്കുക.